നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്. എന്തൊരു പാവാട വള്ളികളടാ നീയൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കളിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പാവാട വള്ളികൾ എന്നൊക്കെ പറയും. പക്ഷെ ഇത് അക്ഷരാർത്ഥത്തിൽ കുറെ പാവാട വള്ളികളവിടെ കിടപ്പുണ്ട്. ജിസേലിന്റെ പാവാട എന്ന് തന്നെ പറയാം. ജിസേലിന്റെ അക്ഷരാർത്ഥത്തിൽ പാവാട. നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ നമുക്ക് ആ ഒരു ക്ലിപ്പ് ഇന്ന് നടന്ന ആ ഒരു സംഭവം, അതായത് ജിസേലിനും ഈ പറയുന്ന അനുമോളും തമ്മിൽ നടന്ന ആ ഒരു സംഭവത്തിന്റെ ക്ലിപ്പ് ഞാൻ ഇവിടെ വെക്കാം. നിങ്ങൾ ആദ്യം ആ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കും. Kajal. I'm not using Rena, but anyways. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കളി ചെയ്യാൻ പറ്റും. സർവാധിപ How do you touch me? How do you touch me? നീ എന്തിനാ ടച്ച് ചെയ്തത്? അല്ല നീ എന്തിനാ കണ്ടോ, ഇവിടെ എന്താണ് ജിസേല് പറയുന്നത്? ജിസേല് പറയുന്നത് നീ കണ്ടുപിടിക്കാമെങ്കിൽ നീ തെളിയിക്കാമെങ്കിൽ തെളിയിച്ചു. അതായത് ലിപ്സ്റ്റിക് ഇട്ടത് ഇട്ടു, അത് ഇട്ടിട്ടുണ്ടെന്ന് ആര് പറയുന്നു? ഈ പറയുന്ന അനുമോള് പറയുന്നു. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കേ എന്ന് ആര് പറയുന്നു? ഈ പറയുന്ന ജിസേല് പറയുന്നു. ജിസേല് പറയുമ്പോ അനുമോൾ എന്താ പറഞ്ഞത്? അനുമോൾ എന്താ ചെയ്തത്? ഈ പറയുന്ന ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് അവളുടെ ചുണ്ടിൽ അമർത്തി ആ ലിപ്സ്റ്റിക്ക് അവിടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അവിടെ ഉണ്ടെന്ന് അനുമോൾ ഇങ്ങനെ ലിപ്സ്റ്റിക് ഇങ്ങനെ പുരട്ടിയിട്ട് ഇങ്ങനെ കുനിഞ്ഞു നിന്ന് ഇതാ കണ്ടോ എന്ന് ചോദിക്കും മുമ്പേ ജിസേല് പിടിച്ചു തള്ളിയ തള്ളല് കണ്ടോ നിങ്ങൾ? ഈ രണ്ട് ഷോൾഡർ പിടിച്ച ഒറ്റ തള്ളാണ്. ആ ജസ്റ്റ് ഒന്ന് കാല് തെറ്റി വീടിരുന്നെങ്കിൽ അടുക്കള ഭാഗമാണ്. എവിടെയെങ്കിലും ഒന്ന് തല ഇടിച്ചിട്ടുണ്ടെങ്കിൽ ആലോചിച്ചേക്ക്. ഇവിടെ ആരാ ഫിസിക്കൽ അസോൾട്ട് ചെയ്തത്? ഇവിടെ യഥാർത്ഥത്തിൽ ശാരീരികമായി ആക്രമിച്ചത് ആരാണ്? ഉറപ്പായിട്ടും അത് ജിസേലാണ് ചെയ്തത്. എന്നിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്? അനുമോള് ചെയ്ത തെറ്റ് തന്നെ. ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ ഒരാളുടെ ദേഹത്ത് തൊടാൻ പാടില്ല. മനസ്സിലായോ? ഇപ്പൊ അത് ഇങ്ങനെ തൊട്ടാലും ശരി തന്നെ. അപ്പൊ എന്ത് ചെയ്താലും അവൻ ഇഷ്ടമില്ല തൊടരുത് എന്ന് പറയുന്നത് ഫിസിക്കൽ അസാൾട്ട് ആവത്തില്ല. കൺസെന്റ് ഇല്ലാതെ അവളുടെ ദേഹത്ത് തൊട്ടു അനുമോൾ, അത് തെറ്റ് തന്നെയാണ്. പിന്നെ ബിഗ് ബോസിനകത്ത് കൺസെന്റ് ഇല്ലാതെ ദേഹത്ത് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനകത്ത് കളിക്കാൻ പറ്റില്ല. പിന്നെ ഇവര് തമ്മിൽ വിരോധമായതുകൊണ്ട്, ഇവര് തമ്മിൽ ശത്രുത ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ പറയാം. അവിടെ എന്താ ചെയ്ത്? ഈ ലിപ്സ്റ്റിക്ക് ഒന്ന് അമർത്തി, അതായത് ചുണ്ടിൽ ഒന്നിങ്ങനെ എടുത്ത് അമർത്തി. ശരി തന്നെയാണ്, ശരി. അനുമോൾ ചെയ്ത് തെറ്റ്. അതിനുശേഷം ജിസേൽ ചെയ്തതോ? ജിസേൽ എന്ത് ചെയ്തു? പിടിച്ചൊരൊറ്റ തള്ള്. അനുമോൾ ഞെട്ടിപ്പോയി. അവിടെ ആ സമയത്ത് പ്രതികരിച്ചത് ആദില കണ്ട് ഞെട്ടിപ്പോയി. ആദില പറയുന്നു, ഈ പറയുന്ന ഷാനവാസ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഷാനവാസ് പിന്നെ എന്താ പറയുന്നത്? ആദില ചോദിച്ചു, നീ നീ ഇങ്ങനെ പിടിച്ചു തള്ളണേ എന്തിനാ? ആദില കൃത്യമായിട്ട് ചോദിച്ചു. വേറെ ആരും അവിടെ ചോദിക്കുന്നത് ഞാൻ കണ്ടില്ല. ഈ പറയുന്ന പാവാട വള്ളികൾ ശരി ഓക്കെ, ഇപ്പൊ എല്ലാം ഈ പറയുന്ന അനുമോളുടെ കുറുക്കി കയറുന്നു. എടാ, ഒരാള് അവിടെ ചെയ്ത തെറ്റ് നീ എന്തിനു തിരിച്ചു എന്ന് ചോദിച്ചാടാ? ഒരൊറ്റ എണ്ണം ചോദിച്ചാടാ? ഒരൊറ്റ പാവാടകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിലെ പാവാടകളാണ്. ഈ നമ്മുടെ ക്യാപ്റ്റൻ ഒരു തേങ്ങയും കണ്ടില്ല, എന്തു സംഭവിച്ചു എന്ന് പോലും കണ്ടില്ല. അതിനിടയ്ക്ക് ജിസേൽ ഉടനെ വന്ന് എന്ത് ചെയ്തു? ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് കരയാണ്. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവള് ഫിസിക്കൽ അസാൾട്ട് ചെയ്യുന്നത്. കരയാണ്. അവളുടെ കള്ളം മറച്ചു വെക്കുകയാണ്. ഇത് വിശ്വസിച്ച് കുറെ പാവാടകൾ. ക്യാപ്റ്റൻ വന്ന് ക്യാമറ നോക്കി പറയുന്ന അവൾ ഫിസിക്കൽ അസാൾട്ട് ചെയ്ത്. നീ കണ്ടോ? നീ കണ്ടോ ഈ സാധനം? അപ്പാനി കണ്ടിട്ടില്ല. എന്താണ് സംഭവിച്ചെന്ന് അപ്പാനി കണ്ടിട്ടില്ല. അപ്പൊ അവളുടെ വാക്ക് കേട്ട് വന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ പറയുന്നു, നെവിൻ കിട്ടിയത് സമാധാനത്തിൽ. ഇപ്പൊ കിട്ടിയത് പോയല്ലോ. എന്തിന്? നിനക്കെന്തോ ഒരു ഫാൻ ബേസ് വന്നോ, നിനക്കെന്തോ ഒരു സംഭവം ഉണ്ടെന്ന് നീ വിചാരിച്ചു നീയാണ് വലിയ ഫാൻസ്. ബട്ട് സീസൺ 4 നമ്മുടെ ജാസ്മിൻ പറഞ്ഞല്ലോ, എനിക്ക് വലിയ ഫാൻസ് ഉണ്ട്, എന്നെ ഒരിക്കലും പുറത്തു വിടൂല എന്ന് പറഞ്ഞിട്ട് റോബിനെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ പുറത്താകുന്നു. അവസാനം എന്തായി? പുറത്തായോ? ആ സെയിം സാധനം എന്താണ്? ഇപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എന്നെ ഇവിടെ നിലനിർത്തും എന്നുള്ള അഹങ്കാരമാണ് അവിടെ കാണിച്ചത്. ശരിയടേ, നമ്മൾ അനുമോള് ചെയ്തത് തെറ്റ്. അവള് ചെയ്ത തെറ്റല്ലേ? അവൾ അതിനെയും കാട്ടി വലിയ തെറ്റല്ലേ ചെയ്തത്? അത് നിങ്ങൾ എന്തുകൊണ്ട് അഡ്രസ് ചെയ്യുന്നില്ല? ഒരൊറ്റ പുരുഷന്മാരോ പെണ്ണുങ്ങളോ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? വാ തുറന്ന് എന്തുകൊണ്ട് അവള് ചെയ്ത തെറ്റ് നീ ചെയ്തതോ? അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇവള് മോഹമാണ്. ഈ പറയുന്ന അനുമോള് പിന്നീട് കരച്ചിൽ റാണിയാണ്, കരച്ചിൽ കാട് ഇറക്കുന്നു എന്ന് പറയും. ഇപ്പൊ നീ എന്ത് തേങ്ങ ഇറക്കിയിരുന്നത്? നീ കരച്ചിൽ. എന്നിട്ട് ഇവള് പിന്നെ പറയാന്ന് പറയുമോ, അവൾക്ക് ബർഗർ കൊടുക്കാത്തതുകൊണ്ടാണ് അവൾ ഇത് ചെയ്തതെന്ന്. എന്നിട്ട് പറയുന്നു, ഈ പറയുന്ന പിന്നെ അവള് ട്വിസ്റ്റ് ചെയ്ത് ബർഗർ കൊടുക്കാത്തതുകൊണ്ടുള്ള ദേഷ്യമാണ്. പിന്നെ പറയും എന്റെ ഇവിടെ ഇങ്ങനെ പിടിച്ച് അമർത്തി. എന്തെല്ലാം ഇവള് പറയുന്നു, എന്തെല്ലാം കള്ളങ്ങളാണ് അടിച്ചു വിടുന്നത്. അത് കേട്ട് വിശ്വസിച്ച് അക്ബർ പെണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ അടിമയാണ് ഈ അക്ബർ. ഈ പറയുന്ന നമ്മുടെ ആരാണ്? റന.
അടിമ എന്ന് വെച്ചാൽ അവരെ മൊത്തത്തിൽ അടിമ. അതിന്റെ കൂടെ അപ്പാനിയുണ്ട്. അപ്പാനിയാട്ടെ, അക്ബറാട്ടെ, റെനെ ആവട്ടെ, ഇതാരും കണ്ടിട്ടില്ല. വ്യക്തമായിട്ട് കണ്ടത് ഈ പറയുന്ന നമ്മുടെ ആദിലയാണ്. ആദിലയും നൂറെ വ്യക്തമായിട്ട് കണ്ടു. ഈ ഷാനവാസ് കാണത് പിടിച്ചവളിങ്ങനെ പോകുന്നതാണ്. ഷാനവാസിന് അവിടെ എന്ത് പറഞ്ഞൂടെ? ഷാനവാസ് അവിടെ എന്ന് പറഞ്ഞ കൺസെന്റ് ഇല്ലാതെ നീ തൊട്ടത് തെറ്റാണ്, അത് ശരിയാണ്. പക്ഷേ അതേസമയം തിരിച്ചു പറയണ്ടേ ഷാനവാസെ? ജിസേന്റെ എന്ത് പറയാൻ ധൈര്യമില്ലേ? ജിസേന്റെ തിരിച്ചു പറയണം, നീ തള്ളിയത് ശരിയാണോ എന്ന് ചോദിക്കാത്തത്? അത് ചോദിക്കുന്നില്ലല്ലോ. ഒറ്റ എണ്ണം ചോദിക്കുന്നില്ലല്ലോ. എന്നിട്ട് അക്ബർ ഒന്ന് എവളാക്കാൻ വേണ്ടി പറഞ്ഞു. നമ്പർ 1 പാവാടയാണ് ഈ പറയുന്ന ജിസേന്റെ നമ്പർ 1 പാവാടയാണ് അക്ബർ. വന്നവളെ ഇവിടെ ആക്കാൻ വിടുന്നു. പക്ഷെ അനുമോള് ഇന്ന് അക്ബറിന്റെ അണ്ണാകൃത ഇവിടെ കൊടുത്തു. നല്ല രീതി ഞാൻ ഞെട്ടിപ്പോയി. അനുമോൾ അക്ബറിനെ അടിച്ചിരുത്തുന്ന കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അവിടെ ഒന്ന് പാട്ടൊക്കെ പാടി, നിനക്ക് ഈ പാട്ട് പാടാനും പ്രസംഗിക്കാനും നിനക്കൊരു തേങ്ങ അറിയത്തില്ല എന്ന് പറഞ്ഞു. ആര്? അനുമോള് പറഞ്ഞു, നിന്റെ ഉമ്മ ഇവിടെ ആരെയും കൊണ്ട് ഉമ്മ വന്ന് സംസാരിച്ചു, നിന്റെ ഉമ്മ ഇവിടെ വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നീ അത്രയ്ക്ക് തെണ്ടിത്തനമാണ്, നീ അത്രയ്ക്ക് വൃത്തികേടുകളാണ് ഇവിടെ കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കണം നീ. അതുകൊണ്ടാണ് നിന്റെ ഉമ്മയെ കൊണ്ട് നീ സംസാരിച്ചത്. എന്നിട്ട് നിനക്ക് മാറ്റം ഉണ്ടായോ? നീ ഇപ്പോഴും അതല്ലേ ചെയ്യുന്നത് എന്നുകൊണ്ട് സത്യം പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള മറുപടിയാണത്. അക്ബറിന്റെ അടഞ്ഞു പോയ മറുപടിയാണ് ഇന്നലെയും കൊടുത്ത അക്ബറിന്. ഇന്നത്തെ ദിവസത്തെ കണ്ടന്റ് ആയല്ലോ എന്ന് ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നത് ആണ്, ഇന്നത്തെ ദിവസത്തെ കണ്ടന്റ് അതെന്റെ മിടുക്ക്. അവിടെ വായടഞ്ഞു അക്ബറിന്റെ, മനസ്സിലായോ? അതെന്റെ മിടുക്ക്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ അനുമോളാണ് കണ്ടന്റ്. ഇപ്പൊ ഒരാഴ്ച കൊണ്ട് നമുക്ക് കണ്ടന്റ് തരുന്ന അവളാണ്. വേറെ ആരിയ്ക്കുന്നു? അനുമോളുടെ ബേക്കിലാണില്ല നടക്കുന്നത്. ഈ പറഞ്ഞ ചീവീടായ റെന ഫാത്തിമ ഉൾപ്പെടെ അനുമോളുടെ ബേക്കിലാണ്. അത് മനസ്സിലായത് ജിസേലിന് മാത്രമേ ഉള്ളൂ. അതൊക്കെ സംഭവിക്കും. പക്ഷെ ഇന്നത്തെ കേസിൽ അമ്മയാണ് ഈ ഒരു സാധനം. അനുമോള് ചെയ്തത് തെറ്റ്. ഞാൻ ഇപ്പോഴും പറയുന്നു, കൺസെന്റ് ഇല്ലാതെ അവളുടെ ചുണ്ടിൽ ഇങ്ങനെ ഇത് കൊണ്ട് തൊട്ടത് തെറ്റ്. അതെങ്ങനെ ഫിസിക്കൽ അസാൾട്ട് ആവും? കൺസെന്റ് ഇല്ലാതെ ഒരാളുടെ ദേഹത്ത് തൊടുന്നത്, ഇതും കൺസെന്റ് ഇല്ലാതെ തൊടുന്നത് തന്നെയാണ്. ആണല്ലോ, തിരിച്ചു തള്ളിയതാണ്. അവൾക്ക് തള്ളാം. പിന്നെ ഇവിടെ എല്ലാരും പറയുന്നത് ഈ പറയുന്ന സ്വേച്ഛാധിപതികൾക്ക് എന്തു ആവാന്ന്. അങ്ങനെ എന്തു ആവാനില്ല. എന്തു ആവാനാണെങ്കിൽ അനുമോൾ ചോദിച്ചൊരു വേറെ ക്വസ്റ്റ്യൻ ആണ്. അവർക്ക് ലിപ്സ്റ്റിക് ഇടാന്ന് ആര് പറഞ്ഞു? ലിപ്സ്റ്റിക് ഇടാന്ന് പറഞ്ഞുവെങ്കിൽ എന്ത് ചെയ്യണം? അനുമോൾ ചോദിച്ചു, എങ്കിൽ അവർ പെട്ടി കൊടുക്കുന്നത്. പെട്ടി കൊടുത്തില്ലല്ലോ അവളെ ഒരു പെട്ടിയും കൊടുത്തിട്ടില്ല. അപ്പൊ അവൾക്ക് ഇടാനുള്ള അധികാരമില്ല. അവൾക്ക് അധികാരം ആ പറയുന്ന അടിമകളുടെ മേൽ മാത്രമേ അധികാരമുള്ളൂ. മനസ്സിലായോ? അടിമകളുടെ മേലെ മാത്രമേ അവൾക്ക് അധികാരമുള്ളൂ. വേറെ ഒരു അധികാരമില്ല. ഇനി അടിമകളുടെ കയ്യിൽ ഈ ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ എടുത്തിട്ടാം. ആ ലിപ്സ്റ്റിക് കയറാം അടിമകളുടെ. അതാണ് നമ്മുടെ ഈ ടാസ്ക് ലെറ്റർ നമുക്ക് നമ്മുടെ അനുകൂലമായിട്ട് നമ്മൾ എടുക്കാറുള്ളത്. എനിക്ക് ലിപ്സ്റ്റിക് ഇടാനുള്ള അധികാരം, പക്ഷെ അടിമയുടെ മേൽ എനിക്ക് അധികാരമുണ്ടെങ്കിൽ ആ അടിമയിൽ നിന്ന് എനിക്ക് വേണമെങ്കിൽ വാങ്ങിച്ചിടാം എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു സംഭവം നിങ്ങൾ തന്നെ ഇത്രയും വലിയ പാവാട വള്ളികൾ അക്ബർ ആയിക്കോട്ടെ, റെനെ ആയിക്കോട്ടെ, ഈ പറയുന്ന പിന്നെ അപ്പാനി ആയിക്കോട്ടെ, എന്തോ അപ്പാനി, നിങ്ങളൊരു ക്യാപ്റ്റൻ അല്ലേ? ഒരു കാര്യം അപ്പാനിയെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പാനി ഒരു തേങ്ങയും കണ്ടില്ല. ഫിസിക്കൽ അസാൾട്ട് ചെയ്തു എന്നാ പറയുന്നത്. ഈ പറയുന്ന അനുമോള് ഫിസിക്കൽ അസാൾട്ട് ചെയ്തു, അതുകൊണ്ട് വാൺ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്തോ എനിക്കറിഞ്ഞൂടെ. അതിൻ്റെ ഇടയ്ക്ക് ഒരു മറ്റൊരു ഭ്രാന്ത്, അവൻ കിറ്റ് ചെയ്ത് പോകുന്നു. ഇപ്പൊ ആര് കിറ്റ് ചെയ്ത് പോയി? അഹങ്കാരങ്ങൾ ആര് കിറ്റ് പോയി? നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെ കമന്റ് അറിയപ്പെട്ടു. എന്തായാലും ഞാനൊരു കാര്യം പറയും, ഇന്ന് അനുമോൾ ഫയർ ആയിട്ടുണ്ട്. ഫയർ, ഒരൊറ്റ കണ്ണീര് വന്നില്ലല്ലോ. ഇന്ന് ഒരുത്തി അവിടെ ഇരുന്ന് മോങ്ങണല്ലോ. എവിടെ കരയും എന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടന്ന് ആക്കുന്നവളാണല്ലോ. ഇപ്പൊ എന്ത് പറ്റി? ഇപ്പൊ കരയാൻ കാരണം എന്താണ്? അവളുടെ തെറ്റ് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ കരച്ചില്. ഈ പറയുന്ന പാവാട വള്ളികൾ പാവാടയുടെ അടിയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കരച്ചില്. അവിടെ കൃത്യമായിട്ട് ആൾക്കാരെ വീടു. പക്ഷേ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ആളുണ്ട്, ബിഗ് ബോസിന് ക്യാമറയുണ്ട്, പ്രേക്ഷകരുണ്ട്. പ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ എന്താണ് ആക്ച്വൽ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ നെവിൻ പുറത്തു പോവേണ്ട ഗതിയിലേക്ക് വന്നത്. നമുക്ക് വീട് കാണാം. ജയ് ഹിന്ദ്.